Watch full episodes on Jio Hotstar. എവിടെയാണോ തന്റെ കാക്കാസിന് കൊള്ളാത്ത ഡാനി ഡേഞ്ചർ സയന്റിസ്റ്റ്? ഡിഡി ഇപ്പൊ തന്നെ വരും സാർ. ഞങ്ങളുടെയൊക്കെ പണം കൊണ്ട് അയാൾ ഒളിച്ചോടി പോയോടോ? അല്ല സാറേ, വന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം വെച്ചാ ഇവിടെ മനുഷ്യർ കാത്തിരിക്കുക? സോറി മൈ ഡിയർ ഇൻവെസ്റ്റേഴ്സ്, വരാൻ താമസിച്ചതിന് ക്ഷമിക്കണം. 10 വർഷമായിട്ട് ഇത് തന്നെയാണല്ലോ പരിപാടി. വർഷങ്ങളായിട്ട് എന്റെ റിസർച്ചിന് പണം തന്ന് സഹായിക്കുന്നത് നിങ്ങളാണ്. ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അതിനുവേണ്ടി നന്ദി പറയുകയാണ്. ആ നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഹുദൂദ് ട്രൈബ്സിനെ കിട്ടിയോ ഇല്ലയോ അത് പറ. വർഷം കുറെ ആയിട്ട് പണം കുറെ ചെലവാക്കണ്ട, അതാ. നിങ്ങളുടെ പണത്തിനുള്ള മൂല്യം തീർച്ചയായിട്ടും കിട്ടും. ഇതാ രംഗാചാര്യ, കഴിഞ്ഞ മാസം ഹുദൂദ് ട്രൈബ്സ് നമുക്ക് കിട്ടാനിരുന്നതാ, പക്ഷേ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. എന്നാ വേറൊരു കാര്യമുണ്ട്, അവരുടേതായിട്ടുള്ള ഈ ഫ്ലവർ എന്റെ കൈ കിട്ടി. ട്രൈബ്സ് ഉള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂവ് ഉണ്ടാവുകയുള്ളൂ. ഈ പൂക്കൾ വീനസിറ്റിയിൽ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞത്. വെറുതെ പൊട്ടത്തരം പറയാൻ നിൽക്കണ്ട. തന്റെ ഈ ഡയലോഗ് കേട്ട് ഞങ്ങളുടെ ചെവി അങ്ങ് പഴുത്തു. തന്റെ തോന്നിവാസം കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളാവണത്. ഇനി 10 പൈസ ഞങ്ങൾ തനിക്ക് തരാൻ പോണില്ല. ഇങ്ങനെ പറയാൻ എന്ത് ധൈര്യം? ഇതെന്തായി സംഭവിക്കുന്നത്? ഡാനിയോട് കളിക്കാൻ വന്നാൽ ഇവിടെയുള്ള ഒരുത്തന്റെയും ഓടി പോലും കാണില്ല. എന്നെ വിശ്വാസമില്ലെന്നും പറഞ്ഞ് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി നോക്കി. ഓഹോ ബോസേ, അങ്ങ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇവിടുന്ന് ഓടിപ്പിച്ചു വിട്ടു. ഇനി ആരും നമുക്ക് പണം തരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ബോസ് തന്നെ റിസർച്ച് ഫണ്ട് ഇടേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇല്ല, എന്നെ കൊണ്ട് റിസർച്ച് ഫണ്ട് ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാകൂ. ബോസേ, ഒരു വഴിയുണ്ട് കേട്ടോ. പറയൂ, എന്താണെന്ന് പറയൂ. എന്തായാലും എന്നോട് പറയാൻ മടിക്കണ്ട. ഫ്ലൈറ്റ് ഹൈജാക്സ്. നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് എന്റെ ഗ്രാമത്തിൽ ഒഴിവ് ദിനം ആഘോഷിക്കാൻ വരുന്നേ. എന്റെ ഗ്രാമം കാണാൻ എന്ത് രസാണെന്നറിയോ? അതെ യൂടി, അതുകൊണ്ടാണ് ഞാനും പേടാറാവും ലീവ് എടുത്ത് നിങ്ങളോടൊപ്പം ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്നത്. ശിവയ്ക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ആ ഫ്ലൈറ്റിൽ കയറാനായിട്ട്? നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസാണ്. അതെ, മുത്തശ്ശൻ അറിയാതെ ആ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്ത് പോയി. സാരില്ലെന്നേ, നമ്മൾ ഒരുമിച്ച് എത്തുവല്ലോ. അവരുടെ ഫ്ലൈറ്റ് ലാൻഡ് ആയ 5 മിനിറ്റിന് ശേഷം നമ്മളും അവിടെ എത്തുവല്ലോ. നമ്മുടെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. എന്റെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്തോ? ഹലോ ഹലോ കൺട്രോൾ ടവർ, നമ്മുടെ പ്ലെയിൻ ഹൈജാക്ക് ആയിരിക്കുന്നു. ഹലോ ഹലോ കൺട്രോൾ ടവർ, ഡു യു ഹിയർ മീ?
ഹലോ ഹലോ ഹലോ. നമ്മളുടെ പുറകിൽ വരുന്ന പ്ലെയിൻ ആരോ ഹൈജാക്ക് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലെയിന് നമ്മുടെ പുറകെ വന്നത് അത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. നിങ്ങളിത് എന്താ ചെയ്യുന്നത്? എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആ ഫ്ലൈറ്റിലാ. ഞാൻ അവരെ രക്ഷിക്കാൻ വേണ്ടി പോവാ. എന്താ ഇത്? ഈ ഗേറ്റ് തുറന്നിട്ടിട്ട് നീ ഇവിടെ എന്താ എടുക്കാ? ഇങ്ങനെയാണോ നിന്നെ ട്രെയിൻ ചെയ്തത്? നീ ഇങ്ങനെ മോഹാലസ്യപ്പെട്ട് വീണാൽ ഗേറ്റ് ആരാ പോയി തുറക്കാൻ പോകുന്നേ? ഒന്ന് വേഗം എഴുന്നേക്കാൻ നോക്ക്. ശിവയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എഴുന്നേക്ക്. ഈ ചെറുക്കൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ആകാശത്ത് സൈക്കിൾ പറപ്പിക്കുന്നു. അല്ല, ഇത് സൈക്കിളാണോ അതോ എയറോപ്ലെയിനോ? കൺട്രോൾ ടവർ, ഹലോ കൺട്രോൾ ടവർ. ഒരു കുട്ടി പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടി. അവന്റെ പക്കൽ ഒരു സൈക്കിൾ കാണുന്നുണ്ട്. അല്ലല്ല, അവന്റെ പക്കൽ പ്ലെയിനാ ഉള്ളത്, അല്ല സൈക്കിളാ ഉള്ളത്. ആ, എനിക്ക് തോന്നുന്നു ഏതോ പ്ലെയിൻ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന്. നമ്പർ 1 മോളിൽ ചെന്ന് നോക്കൂ വേഗം. ഒരു ചെറിയ പ്ലെയിൻ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഡ്രൈവർ, വേഗം വണ്ടി വിടാൻ നോക്ക്. ഞാൻ ഡ്രൈവർ അല്ല, പൈലറ്റാ. നീ ആരായാലും എനിക്ക് കുഴപ്പമില്ല. ടോപ്പ് ഗിയറിലോട്ട് പെട്ടെന്ന് പറക്കാൻ നോക്ക്. വേഗം. ഒന്ന് പൈലറ്റ് എന്ന് പറഞ്ഞാ എന്താ? എന്നാ ശരി, ഡ്രൈവർ അല്ല പൈലറ്റ്. നീ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാം. ഈ ചെറുക്കൻ എങ്ങോട്ട് പോയി? പറന്നു പോയെന്ന് തോന്നുന്നു. അല്ല, ഈ ചെറുക്കൻ ഇപ്പടെ വരെ എത്തിയാ? കുട്ടി, എന്തായാലും നീ വന്നത് നന്നായി. ഇനി ഞങ്ങൾ നിന്നെ വിടില്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. കലക്കി ശിവ, കലക്കി ശിവ. എന്റെ അമ്മേ. സോറി അങ്കിൾ, സോറി. Oh!
ചെക്കൻ എന്റെ എല്ലാ പ്ലാനും ഇല്ലാതാക്കി കളയുമല്ലോ. ഇവനിട്ട് കൊടുത്താലേ ശരിയാവും. ഇവനെ ഇപ്പൊ ശരിയാക്കും ഞാൻ. എന്റെ സാറേ ഒന്നും മിണ്ടാതിരിക്കേ, ദേഷ്യം കള. സാറിന്റെ പേരെങ്ങാനും പോലീസിലെത്തിയാ പിന്നെ ആകെ കുഴപ്പാവും. സാറൊന്ന് അടങ്ങിയിരിക്കേ. ഡോണ്ട് വറി ശിവ, ഞാൻ ഇപ്പൊ തന്നെ അവന്മാരെ എല്ലാരെയും അറസ്റ്റ് ചെയ്തോളാം. എല്ലാരും ഞാൻ കണ്ടോളാം. ഒറ്റൊരുത്തരെ ഞാൻ വെറുതെ വിടില്ല. യു ഓൾ അണ്ടർ അറസ്റ്റ്. അവനെ എന്റെ കയ്യിൽ കിട്ടുന്ന പൊടിച്ചു കളയും ഞാൻ. വെൽക്കം വെൽക്കം. എന്റെ പുന്നാര മോനെ. ഹലോ ശിവ. നമസ്കാരം മുത്തച്ഛ. നമസ്കാരം. മുത്തശ്ശി നമസ്കാരം. നമസ്കാരം. കുതിരവണ്ടിയിൽ വരേണ്ടവർക്ക് അതിലിരുന്ന് വരാം. ബാക്കിയുള്ളവർക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്യാം. ഞങ്ങളുടെ ഫാം ഹൗസ് വരേക്കും ഞങ്ങൾ കുതിരപ്പുറത്താ പോണേ. എന്ത് പറ്റി അങ്കിൾ? ഇവിടെ കാർ ഓടില്ലേ? കാർ ഓടും, പക്ഷെ വഴി മുഴുവൻ കുണ്ടും കുഴിയുമാ. കാറിൽ പോകാതിരിക്കാ നല്ലത്. പിന്നെ കുതിരപ്പുറത്ത് ഓടണേന്റെ രസം ഒന്ന് വേറെ അല്ലേ. ശിവ വരുന്നേ, നമുക്ക് ഹോഴ്സ് റൈഡിംഗ് ചെയ്ത് പോവാം. കൂടെ ഞാനും വരും. കണ്ടോ ശിവ, ഞങ്ങളുടെ ഗ്രാമത്തിലെ കാട് എന്തൊരു ഭംഗിയാന്ന്. ഈ വനം അത്ര പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്ന് നോക്ക്, അവിടുത്തെ കാടുണ്ടല്ലോ ഭയങ്കര ഇരുട്ടാ, അറിയാവോ? മിണ്ടാതിരിക്കാതി. നിന്റെ ഗ്രാമത്തിൽ മുഴുവൻ ഡെസേർട്ടാ. കാട്ടിൽ വന്ന് ബെടയടിക്കലേ. ശിവ നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ ലഡ്ഡു സിംഗ് പുറകെ തന്നെ വരുന്നുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ. കുതിര, നീ ഏത് വഴിക്കായി പോണത്? എന്താ ഇതിന് പറ്റിയത്? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. നീ വേഗം രവേനെ രക്ഷിക്കാൻ നോക്ക്. ശിവ, നല്ല ഗംഭീര ഹോഴ്സ് റൈഡിംഗ് ആണല്ലോ. കൊള്ളാട്ടോ. അത് കണ്ടു, എത്ര ഭംഗിയുള്ള മാൻകുട്ടികൾ. മാം, മമ്മിക്കറിയോ ഒരു കാര്യം? ഇന്ന് ശിവ നല്ലോണം ഹോഴ്സ് റൈഡിംഗ് ചെയ്തു. വെരി ഗുഡ് ശിവ. അതെ ഭൂത്നാഥ്, നീ എവിടെയാ? എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരൂ. ഭൂത്നാഥോ? ഇതെന്തോന്ന് പേരാണ്? ആരാണ്? സാറിന് എന്താ വേണ്ടത്? നീ എത്ര പുറകെ വന്ന് പേടിപ്പിക്കുന്നത്? മുന്നിൽ കൂടെ വന്നാ പോരെ. ഇയാളത് എവിടെ പോയി? എന്താ വേണ്ടെന്ന്? എടോ, താൻ എന്തിനാ ഈ പുറകെ വന്നും സൈഡിൽ കൂടെ വന്ന് പേടിപ്പിക്കുന്ന? മുന്നിൽ വന്ന് ചോദിച്ചാ പോരെ. നാളെ നേരം വെളുത്തിട്ട് ഞാൻ നിങ്ങളെ ഒരുപാട് സ്ഥലം കൊണ്ടുപോയി കാണിക്കാം കേട്ടോ. എവിടെ വേണേലും പൊക്കോ, പക്ഷെ ആ കരയണ മലകളുടെ അടുത്തേക്കും പോകാൻ പാടില്ല. ഭൂതനാഥ്, താൻ ഇനി ഈ ക്രൈങ് മൗണ്ടൻസിന്റെ കഥ പറഞ്ഞ് അവരെ പേടിപ്പിക്കല്ലേ. ക്രൈയിങ് മൗണ്ടൻസോ? അതെന്താ? അത് ഞാൻ പറഞ്ഞുതരാം.
അവിടെ കുറെ ഭൂതങ്ങളൊക്കെ ഉണ്ട്. ഓഹോ, പറയൂ പറയൂ, അവിടുത്തെ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞോളൂ, ഞങ്ങളെല്ലാരും കേക്കട്ടെ. അങ്ങനെ ഞങ്ങളെ അത്ര പെട്ടെന്നൊന്നും പേടിപ്പിക്കാൻ കഴിയില്ല. പറയാൻ തുടങ്ങിക്കോളൂ. ഏടോ, താനിങ്ങനെ പിന്നിൽ കൂടെയും സൈഡിൽ കൂടെയും പറയാതെ വന്നിങ്ങനെ എന്തിനാ ഞങ്ങളെ പേടിപ്പിക്കുന്നത്? ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് തനിക്ക് പറഞ്ഞാ പോരെ. ശരി പോട്ടെ, ഇപ്പൊ തുടങ്ങിക്കോ. യുടെ മമ്മേ, ഇവൻ കഥ പറച്ചിൽ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ സമയമെടുക്കും. വാ, നമുക്ക് ഇവരുടെ കിടക്കയൊക്കെ ഇനി ശരിയാക്കാം. സാർ, പണ്ടൊരിക്കൽ നടന്ന കഥയാണ് സാർ. ഞാന് അവിടെ ഒരു ജോലിക്കായിട്ട് പോയതാ. ഒരു കൂരിരുട്ട് നിറഞ്ഞ രാത്രിയായിരുന്നു. അവിടെ എങ്ങും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഒന്ന് മാത്രം, കുറുക്കന്മാരുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളായിരുന്നു. പിന്നെ പെട്ടെന്ന് അവരുടെ ഇടയില് ഒരു ശബ്ദം വരുന്നു. ഓഹോ, എങ്ങനത്തെ ശബ്ദമായിരുന്നു? എടോടോടോ, തനിക്ക് ശബ്ദമൊന്നും ഇല്ലാതെ കഥ പറഞ്ഞോട്. ഇങ്ങനെ കരയുന്ന ശബ്ദങ്ങളൊക്കെ വരും സാറേ. കുറച്ച് കഴിയുമ്പോ ഇതുപോലത്തെ ശബ്ദം പിന്നെ വരും. അതെന്ത് ശബ്ദമായിരുന്നു? എടോ, ഒരു ഭാഗത്ത് അവിടെ ഇരുന്ന കഥ പറയണോ? പറഞ്ഞോ. പിന്നെന്താ സംഭവിച്ചത്? ആരോ കരയായിരുന്നോ? ആരൊക്കെ കരയായിരുന്നു. എന്നിട്ട് കരഞ്ഞിട്ട് കരയിപ്പിക്കുകയായിരുന്നു. ആരൊക്കെ വിശന്നിരിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് പട്ടിണിയായിരുന്നു. ഒരുപക്ഷെ അവർക്ക് എന്നെ തിന്നണമെന്നുണ്ടായിരുന്നു. എന്ത്? അതിന് വിശപ്പുണ്ടായിരുന്നു? അതേന്ന് വിശക്കുന്നുണ്ടായിരുന്നു. അതിന് വിശക്കുമ്പോൾ ഈ ചകചക 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 എന്നൊക്കെ പറഞ്ഞ എന്താണ്? ഈ ചപചകന്ന് നടക്കുന്ന ശബ്ദം അങ്ങനെ കേൾക്കും. എന്നിട്ട് പിന്നെ അതിന്റെ രണ്ട് കണ്ണുകൾ ചോര പോലെ തിളങ്ങും. ഞാനാടോ കിടക്കാനുള്ള സൗകര്യമൊക്കെ റെഡിയാക്കി. വാരോ, നമുക്ക് ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ നോക്കാം. ഇന്നെനിക്കൊരു കാര്യം മനസ്സിലായി. ചുള്ളിക്കമ്പുകൾ തമ്മിൽ ഉരച്ചാല് തീ പിടിക്കുന്നുള്ളത്. ഹുദൂദ് ട്രൈബ്സ് ഇവിടെയെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പൗർണമി രാത്രിയിൽ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാവരുമൊത്ത് ഈ നിലാവെളിച്ചത്തിൽ കൂട്ടമായി ഡാൻസ് ചെയ്തേനെ. സാറിന് എന്തോ കുഴപ്പമുണ്ടെന്നാ തോന്നുന്നത്. എല്ലാവരും ഫ്രഷായ പൂക്കളെ ആയിരിക്കും വീട്ടിൽ വെക്കണത്. ഈ സാറാണെങ്കിൽ ഉണങ്ങിക്കരിഞ്ഞ പൂക്കളെയും. എന്നിട്ട് പറയുന്നു ഇതൊക്കെ വീണ്ടും വിരിയുമെന്ന്. ഉണങ്ങിയ പൂക്കൾ എന്തെങ്കിലും വിരിഞ്ഞിട്ടുണ്ടോ? ഹുദൂദ് ട്രൈബിനെ കിട്ടുകയില്ല, പൂക്കള് വിരിയയില്ല. ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ എവിടെ ചെന്ന് പറയാനാ? എവിടുന്നാണ് പെട്ടെന്നൊരു വെട്ടം? എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ഈ വെട്ടം പെട്ടെന്ന് വീണ്ടും വന്നല്ലോ. ഇനി ഇവിടെ വല്ല ഭൂതങ്ങളുണ്ടോ? എനിക്കാണെങ്കിൽ പേടിയായിട്ട് വയ്യല്ലോ. എന്തൊരതിശയം, പൂക്കള് വിരിയുന്നു, പൂക്കള് വിരിയുന്നു. എന്റെ സാറേ, അതിശയം തന്നെ. സാറിത് കണ്ടാ ശരിക്കും ഒന്ന് ഞെട്ടും. അതെ, എവിടെ പോണു? അവിടത്തേക്ക് പോവല്ലേ? ഇങ്ങോട്ട് വരാൻ. സാറേ ഒന്ന് വേഗം വാ. അതെ, പൂക്കള് വിരിഞ്ഞിരിക്കുന്നു. സാറേ വേഗം വാ, ഓടി വാ. അയ്യോ, പൂക്കള് പോവല്ലേ. അതെ സാറേ, പൂക്കള് പോകുന്നു. ഈ രാമു എന്തിനാണാവോ വെറുതെ ഒച്ച വെക്കുന്നത്? എന്താ പറയുന്നേ? പൂക്കൾ വിരിഞ്ഞെന്നോ? ഓ നോ. അതെന്നെ ഞാൻ പോകാൻ വിടില്ല. ഞാനിപ്പോ പിടിക്കും. സാറേ വേഗം വരൂ. എന്താ പറ്റിയത്? സാറേ, അത് പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കണു. നട്ട ജനല് വഴിയൊക്കെ പറന്നു പോയി. നമ്മൾ അടുത്താൻ തോന്നുന്നു. അവരിവിടെ എങ്ങനെ കാണും? പാൽത്തുറാം, നാളെ വെളുപ്പിന് ഹുദൂദ് ട്രൈബിനെ അന്വേഷിച്ച് ഇവിടുന്ന് പോയേ പറ്റൂ. അതുകൊണ്ട് നീ ചെന്ന് വിവരം അറിയിക്കൽ അവരോട് റെഡിയാവാൻ. ജീവാ,
ഒരു കാര്യം അറിയോ? ഇങ്ങനത്തെ കാടുകളിൽ ഏലിയൻസ് ഉണ്ടാകും അത്രേ. മനുഷ്യരെങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ കടത്തിക്കൊണ്ട് പോകും അത്രേ. ഒന്നും മിണ്ടാതിരിക്കൂടി. എവിടെ പോയാലും ഏലിയൻസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പറയാൻ. ഒന്നും മിണ്ടാതെ വന്നേ. ഏലിയൻസോ? എനിക്ക് ഏലിയൻസിനൊന്നും പേടില്ല. ഇവിടെ ഉണ്ടെങ്കിൽ വരാൻ പറയാ. ഹലോ ഏലിയൻസ്. ഞാനാകെ ക്ഷീണിച്ചു പോയി. ശിവ, ഇവിടെ നമ്മളെ പേടിപ്പിക്കുന്ന സൈസ് ശബ്ദമൊന്നും വരില്ലല്ലേ? നമുക്കൊന്ന് ക്യാമ്പിൽ പോയാലോ? അതാ അതാ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. രാത്രി ഭൂതത്തിന്റെ കഥ കേട്ടിരുന്നല്ലോ, അതിന്റെ ശബ്ദമായിരിക്കും. ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന കല്ലെവിടെ? ഇപ്പൊ അത് കാണുന്നില്ലല്ലോ. ഇവിടെ ഇവിടെ എന്തോ ഉണ്ടെന്നേ. ഞാനൊരു കല്ലിന് പുറത്തിരുന്നത് പെട്ടെന്ന് ആ കല്ല് കാണാതെയായി. എങ്ങനെ പെട്ടെന്ന് കാണാതാവുക? വരൂ, നമുക്ക് നടക്കാം. ശിവ ശിവ, ഇതേ ശബ്ദം തന്നെയാണ്. ഇന്നലെ രാത്രി പറഞ്ഞ ഭൂതത്തിന്റെ ശബ്ദം തന്നെ. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇപ്പൊ ശബ്ദം മാത്രല്ലേ വരുന്നുള്ളൂ. എന്തെങ്കിലും കണ്ടാ മാത്രം പറഞ്ഞാൽ മതി. ലഡു സിംഗ് സാറേ, ഹലോ, എവിടെ പോയി? ലഡു സിംഗ് സാറേ, കൊള്ള ഇവിടെ കിടക്കാണോ? എനിക്ക് ഇങ്ങനെ പേടിക്കല്ലേ? ശിവ ശിവ, ആരാ ഇവിടെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? ആരാണ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നുണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട്. ഓ, എന്റെ യൂടി, ഇവിടെ ഏലിയൻസ് ഒന്നും ഇല്ല. നമ്മൾ ആകെ ശബ്ദം മാത്രമല്ലേ കേൾക്കുന്നുള്ളൂ. ആ വച്ച് നമ്മളെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. ആരായാലും വരട്ടെ. അവരെ പേടിപ്പിക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ? അവരെ പേടിപ്പിക്കാനായിട്ട് വേറെ വല്ല വഴിയുണ്ടോ? എന്നാ ഇനി പേടിപ്പിക്കണ്ട, വേറെ വല്ല വഴി നോക്കി ഓടിപ്പിക്കേ. പോത്തേ, നീ അവരെ ഓടിപ്പിക്കൂ. പോത്തേ, നീ അവരെ ഓടിപ്പിക്കൂ. രക്ഷപ്പെട്ടു, ദാ ഒരു പോത്ത് വരുന്നുണ്ട്. ഈ കൊച്ചി നന്നായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതെ അതെ, ഞങ്ങളുടെ വേദാ സിറ്റിയിലെ എല്ലാവരും ഹീറോ അല്ലവൻ, ഹീറോ. ആരപ്പ എന്നോട് സംസാരിച്ചത്? ഞാനിപ്പോ ആരോടാ മറുപടി പറഞ്ഞത്? ആരപ്പ എന്നോട് സംസാരിച്ചത്? അതെ, ഞാനല്ല, അവരാ സംസാരിച്ച. ആ ശരി, പോട്ടെ, അതൊന്നും കുഴപ്പമില്ലാന്നേ. താങ്ക് യു താങ്ക് യു. ഈ രണ്ട് കല്ലുകളും തമ്മിൽ എങ്ങനെ സംസാരിക്കുന്നത്? ഓ, ഇയാൾക്ക് മനസ്സിലായി കേട്ടാ. ശിവ, ഭൂതം മുകളിലുണ്ട്. അത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു.
നമുക്ക് മരത്തിന്റെ മുകളിൽ കയറിയിരിക്കാം. എടോ അതിന് ഇവിറ്റങ്ങളും മരത്തിന്റെ മീതെ കേറിയിരിക്കും. വേഗം രക്ഷപ്പെടാൻ നോക്കണോ പേടാരാം? സാറ് രക്ഷപ്പെടാൻ നോക്കിക്കോ. എടോ ഇവിറ്റങ്ങൾ എത്ര ഈ നമ്മുടെ പുറകെ മാത്രം ഇങ്ങനെ വരുന്നത്? ഇതെന്തിനാ നമ്മളിവിടെ തലകുത്തി നിൽക്കുന്നത്? ശിവ, ഇതെന്തൊക്കെയാ സംഭവിക്കുന്നത്? അല്ല, ഇത് എന്താ സാധനങ്ങള്? ഇതെങ്ങനെയുണ്ട്? നിങ്ങള് പേടിക്കണപ്പോ നല്ല രസമുണ്ട് കേട്ടാ. അല്ലാണ്ട് എന്താ പറയാ, ഞങ്ങളെ കണ്ട് പേടിക്കുന്നത് കാണുമ്പോ മനസ്സിലൊരു ഉല്ലാസാണ്. നിങ്ങൾ ആരെന്ന് പറയൂ. അതൊക്കെ അവിടെ നിക്കട്ടെന്ന്. ഇത് പറ, നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ സ്ഥലത്ത് കഴിയുന്നില്ല? ഇത് അത് പറ. തെറ്റ് ചെയ്തു. ഞാനാണ് സൈന്യാധിപൻ കാട്ടേക്കർ. എന്താ പേര്? സൈന്യാധിപൻ കാട്ടേക്കർ. ഇത് നിങ്ങൾക്ക് പറ്റിയ സ്ഥലമല്ല, ഇവിടെ വരാൻ പാടില്ല. ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല. സൈന്യാധിപ, അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് പറഞ്ഞാലും. എന്താ ചെയ്യേണ്ടത് അറിയില്ലേ? നമ്മളെ ശല്യം ചെയ്യുന്ന എല്ലാത്തിനെയും ഇല്ലാതാക്ക. ഞങ്ങളുടെ സ്ഥലത്ത് വന്നാൽ തരിപ്പണമായി പോകും. കഥ കഴിച്ചേക്ക. ഒരു മിനിറ്റ് സൈന്യാധിപ കാട്ടേക്കർ, ഞങ്ങൾ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളാണ്. എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. ശത്രുക്കളായ മനുഷ്യർ ഒരിക്കലും നല്ലവരെ അല്ല. ഈ ശത്രു എന്ന മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കരുത്. അതെന്താണത്? അല്ല, അവരെ കാണുന്നില്ലല്ലോ. ഓടിക്കളഞ്ഞു. എന്നെ പറ്റിക്കാൻ പറ്റൂല. ഇവരെവിടേക്ക് ഓടാനാ? ഞാൻ അവരെ വിടൂലല്ലോ. ഓടിക്കോ, നല്ലോണം ഓടിക്കോ. എത്ര ദൂരം പോയാലും ഞങ്ങൾ നിങ്ങളെ പിടിച്ചിരിക്കല്ലോ. സൈന്യാധിപന്റെ സംസാരം തീരുന്നതിന് മുമ്പേ അവരിവിടുന്ന് കാണാതാവും. ഇപ്പൊ ശരിയാക്കി തരാം. ഓ, ഹോബാ, ഹോബാ. എല്ലാവരും വരൂ, അങ്ങോട്ട് പോകാം. എന്റെ പുന്നാര മരങ്ങള് പിടിക്കൂ, ചുറ്റി പിടിക്കൂ അവരെ. വേഗം ആവട്ടെ. ഞങ്ങൾ ഇറക്കി വിടാം. അല്ല, ഈ ഇത് ലെഫ്റ്റിലേക്കാണല്ലോ കാണിക്കുന്നത്. ഡ്രൈവർ, ലെഫ്റ്റിലേക്ക് തിരിക്കുക. ഇപ്പൊ റൈറ്റ്. അങ്ങോട്ട് പോ. ഞങ്ങൾ എത്തിയിരിക്കുന്നു. എന്തിനാ ആലോചിക്കുന്നേ? എന്തിനാ കുത്തിയിരുന്ന് ആലോചിക്കുന്നേ? ഇങ്ങോട്ട് എല്ലാവരെയും എഴുന്നള്ളിക്കാൻ ആനയും അമ്പാരിയും തലപ്പുള്ളിയായിട്ട് വരണോ? വന്നിവറ്റകളെ കൊണ്ടുപോ. എനിക്ക് തല ചൊറിയുന്നു. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്.
എങ്ങോട്ടാ പോകുന്നേ? പേടിക്കണ്ട, ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് കിട്ടിയില്ല. എൻജോയ് ചെയ്തോളൂ. എന്നെ വിശ്വസിക്ക്, നമുക്ക് ഒരു അപകടം സംഭവിക്കില്ല. എല്ലാവരും ശ്രദ്ധിക്കുവിൻ, ഇങ്ങോട്ട് നോക്കൂ. ഹുഡാ ഹുഡാ രാജാവ് എഴുന്നള്ളതോ. എടോ സൈന്യാധിപൻ കാട്ടേക്കരാ, ഇവരെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? ഇവരെയൊക്കെ പേടിപ്പിച്ച് അവിടുന്ന് തന്നെ ഓടിപ്പിച്ചു വിടായിരുന്നില്ലേ? ഒരുപാട് പേടിപ്പിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ പേടിക്കുന്നില്ലല്ലോ. ഇത് എന്തൊരു മനുഷ്യരാണ്, ഉടനെ വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ മനുഷ്യർ ശത്രുക്കളാ, ഇവരിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? ഇവരെന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. നമ്മുടെ കൂട്ടത്തെ ആരെ രക്ഷിക്കുക? രാജാവ്. ഇവരെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. അപ്പൊ രാജാവ് ആരാ? നീ തന്നെയടേ. അപ്പൊ സലാം ചെയ്യന്നെ, വേഗം ആവട്ടെ. മഹാരാജാവേ, രാജാവ് അങ്ങല്ലേ, അത് സൈന്യാധിപനാണ്. മഹാരാജാവേ, പറഞ്ഞത് കൂടിപ്പോയി. ഇവരുടെ കഥ കഴിച്ചേ പറ്റൂ. മഹാരാജാവേ, ഞാൻ ശിവയാണ്. ഇത് എന്റെ ഫ്രണ്ട്സ് രേവ, ആദി, യുഡി, ഇൻസ്പെക്ടർ ലഡു സിംഗ് സർ, പിന്നെ പേടറാം സർ. ഞങ്ങൾ കാടൊക്കെ ചുറ്റി കാണാൻ വേണ്ടി വന്നതാണ്. ഇവരെ അപ്പൊ ഞങ്ങളെ പിടിച്ചോണ്ട് പോന്നു. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ആരുടെയും ശത്രുവല്ല. സൈന്യാധിപ, ഈ കുട്ടി നല്ല വീരനും സൽസ്വഭാവിയുമാണ്. ഇവരെ അഴിച്ചുവിട്ടേക്കോ? നമ്മൾ ആരെയും ഇതുവരെ കൊന്നിട്ടില്ലല്ലോ. എല്ലാവർക്കും മറവിക്കുള്ള മരുന്ന് കൊടുത്ത് ഇവരുടെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കൂ. എന്നിട്ട് അതേ സ്ഥലത്ത് കൊണ്ടുവിടൂ. അവർക്ക് ബോധം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? വീണ്ടും ഇങ്ങോട്ട് വരും. പിന്നെ ഞാൻ വഴക്കിടേണ്ടി വരും. ഞാൻ തന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ മരുന്ന് കൊടുത്ത് ബോധം കെടുത്തണം. ഒരു കാര്യം, നാളെ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ ഉടനെ കുലരക്ഷകനായ ചക്രാസുരന് ബലി കൊടുക്കാം. തീർച്ചയായിട്ടും അവർ ഈ സ്ഥലത്തുണ്ടാവും. കിട്ടിപ്പോയി, എനിക്ക് കിട്ടിപ്പോയി. ഇതള് നോക്കൂ, ഈ പൂക്കൾ നോക്കൂ. അവരുള്ള സ്ഥലത്ത് മാത്രമേ ഈ പൂക്കൾ പൂക്കാറുള്ളൂ. കൂട്ടത്തോടെ അവരിവിടെ കാണാനാണ് സാധ്യത. നമുക്ക് കണ്ടുപിടിക്കാം. ചെല്ലു, പോകാനുള്ള വഴി കണ്ടുപിടിക്കൂ. ഇവിടെ വരൂ, ഇതാ ഒരു ഗുഹ. ഇതിലൂടെ വഴി കാണും. നാളെ വെളുപ്പിന് സൂര്യൻ ഉദിച്ച ഉടനെ ഇതിന്റെ അകത്ത് കയറി അവരെ കൂട്ടത്തോടെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ റെഡി ആയിക്കൊള്ളണം. പ്രത്യേകമായ ഡ്രസ് ഇടാൻ മറക്കരുത്. മനുഷ്യനെ ഉറക്കി കിടത്താനുള്ള മരുന്ന് അവരുടെ കയ്യിലുണ്ട്. വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേകമായ ഡ്രസ് നിങ്ങളെ കൊണ്ട് ഇടിക്കുന്നത്. ഇനി അവരെന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് യാതൊന്നും സംഭവിക്കില്ല.
നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത്? ഞങ്ങൾ ശത്രുക്കളല്ലെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കൂട്ടുകാരാണ്. ഞങ്ങൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? എല്ലാവരെയും പിടികൂടൂ. ആരെങ്കിലും ഒന്ന് വേഗം വന്ന് എന്നെ അഴിച്ചുവിടൂ. ഒന്ന് അഴിച്ചുവിടാൻ. അതെ അതെ, ശിവയുടെ കയറൊന്ന് അഴിച്ചുവിട്. ശിവ അവന്മാർക്ക് നല്ലൊരു പാഠം പഠിപ്പിക്കും. ശിവ, താങ്ക്സ് രാജകുമാരി. ഏയ്, മര്യാദക്ക് തിരിച്ചു പോവാൻ നോക്ക്. എന്തിനാ ഇവരെ വന്ന് പിടിക്കാൻ നോക്കുന്നത്? ഇതാ എയർപ്ലെയിനിലുണ്ടായിരുന്ന ചെക്കനല്ലേ? കുട്ടി, മര്യാദക്ക് ഇവിടുന്ന് ഓടിപ്പോക്കോ. ഇത് കുട്ടിക്കളിയല്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ആ പ്ലെയിനിൽ കണ്ട ചെറുക്കൻ ഇവിടെ എങ്ങനെ വന്നു? 15 വർഷത്തിന് ശേഷമാണ് ഇവയെ കിട്ടിയത്. ഈ കാണുന്ന പൊടിച്ചെറുക്കൻ ഇവരെ എങ്ങനെ കണ്ടുപിടിച്ചു? ബോസ്, കണ്ടുപിടിച്ചതല്ല, അവരവനെ പിടിച്ചോണ്ട് വന്നതാ. ബോസ് ശ്രദ്ധിച്ചില്ലേ? അവര് കെട്ടിയിട്ടിരിക്കായിരുന്നു. എന്താ സാറേ എങ്ങനെ നോക്കുന്ന? കല്ലെടുത്ത് ഇറങ്ങ. കലക്കി സാർ, ഇങ്ങനെ വേണം മുന്നേ വെക്കാൻ. ഡോണ്ട് ആങ്കർ ഡാനി ഡേഞ്ചർ. ആരെങ്കിലും എന്നോട് കളിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പൊടി പോലും ഉണ്ടാവില്ല. കുട്ടി, മര്യാദയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് മാറ്. നിനക്ക് സമയം തരുന്നു. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇതെന്താ? ഇത് മൊത്തം സ്വർണ്ണമാണല്ലോ. ഞാനിതാ തലകുത്തി വീട്. ബോസേ ബോസേ, ഇത് കണ്ടോ? സ്വർണ്ണ നദിയാ. ഇത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരെ കിട്ടിയില്ലെങ്കിലും നമുക്ക് കോടീശ്വരനായിട്ട് ജീവിക്കാം. മര്യാദയ്ക്ക് കേറി വാ വിഡ്ഢികളെ. ചെന്ന് എല്ലാവരെയും പിടിക്കാൻ നോക്ക്. Retreat! Retreat! Everybody retreat! ആ കുട്ടി നമുക്ക് ജയിക്കാനാവില്ല. ഞാൻ വീണ്ടും വരും. അന്ന് ശരിയാക്കും ഞാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല കുട്ടി. അവിടെ തന്നെ ഒന്ന് നിന്നെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കല്ലെങ്ങനെ ശരിക്കും എറിയണ്ടെന്ന്. കമാൻഡോ ട്രെയിനിങ്ങിൽ ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ പൊട്ടിത്തെറിച്ചത്? ഇത് സ്ഫോടനം ഉണ്ടാക്കുന്ന കല്ലാണല്ലോ. അതെ, പൊട്ടിത്തെറിക്കുന്ന കല്ല്. ഇത് നമുക്ക് ഉപയോഗപ്രദമാകും. ആരും രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാതിരിക്കാൻ വേഗം ആ ഗുഹയടച്ചേക്ക്. ഞാൻ വീണ്ടും വരും. എല്ലാ തയ്യാറെടുപ്പോടു കൂടി വന്നിരിക്കും.
അന്നെന്നെ തോൽപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടാവില്ല. നന്നായി, നിങ്ങൾ നന്നായിട്ട് ചെയ്തു. ഞാൻ ആ ശത്രുക്കളെ ഇവിടെ അടിച്ച് ഓടിച്ചില്ലേ? എന്നെ പേടിച്ച് അവർ ഓടിയത്. ഇനി നിങ്ങളുടെ കാര്യം, ഇവരെ നമുക്ക് ചക്രാസനത്തിന് കൊണ്ടുപോയി ബലി കൊടുക്കാം. ഇവരുടെ കഥയൊക്കെ അവസാനിപ്പിക്കണം, കാരണം ഇവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്നേ. സൈന്യാധിപ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇവർ വളരെ ബുദ്ധിമുട്ടിയാ നമ്മളെ രക്ഷപ്പെടുത്തിയത്. പിന്നെ എങ്ങനെയാ ഇവർ നമ്മളുടെ ശത്രുക്കളാവുക? ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. എന്റെ രാജകുമാരി, നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്തിനെങ്ങനെയൊക്കെ പറയുന്നേ. ചുയ്മുയ് രാജകുമാരി മകളെ, സൈന്യാധിപൻ പറയുന്നത് വളരെ ശരിയാണ്. ചക്രാസുരന് നമ്മൾ പ്രസാദം കൊടുത്തേ പറ്റൂ. നിൽക്കൂ, നമ്മൾ എങ്ങനെയാണോ പ്രസാദം നേദിക്കുന്നത് അതുപോലെ പൂക്കളും പഴങ്ങളുമായിട്ട് പോയാൽ മതി. ഈ ശിവയാണ് നമ്മുടെയൊക്കെ ജീവൻ രക്ഷിച്ചിരിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. കുലരക്ഷകന് നേദ്യം കൊടുത്തേ പറ്റൂ. എല്ലാം തുടങ്ങിക്കോളൂ. പൂക്കളും പഴങ്ങളും കൊണ്ടുവരൂ. നിങ്ങളൊക്കെ ഇതെന്തായി ചെയ്യുന്നത്? കരിങ്കല്ലിന്റെ മുൻപ് ഭക്ഷണം വെക്കുന്നു. കരിങ്കല്ലെന്ന് പറയരുത്. ഇത് ഞങ്ങളുടെ കുലരക്ഷകനാണ്. ഇദ്ദേഹത്തിന് ക്രോധം വന്നാൽ ഇവിടെ മൊത്തം തരിശുഭൂമിയായി മാറ്റിക്കളയും. നമുക്ക് പോവാം കൂട്ടരെ, നേദ്യം കഴിഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളെ സന്തോഷിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കൂ. And you show me that you care. ശിവ, എനിക്ക് നല്ലോ വിശക്കുന്നുണ്ട്. ഡാൻസ് കളിച്ച് കളിച്ച് ഞാനിന്ന് രാത്രിത്തെ ആഹാരം കഴിക്കാൻ മറന്നുപോയി. ലഡു സിംഗ് സാറേ, ഈ അടുത്ത രാത്രിക്ക് ആരോടാ പോയി ഭക്ഷണം ചോദിക്കാ? ചെന്ന് ഉറങ്ങാൻ നോക്കൂ. അത് ശിവ, അവിടെ കഴിക്കാൻ വേണ്ടി കുറെ പഴങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. തൽക്കാലം ഞാൻ അത് പോയി കഴിക്കട്ടെ, അല്ലേ? ആ കല്ല് രാക്ഷസൻ ഭക്ഷണം കഴിച്ച് കാണില്ല. എന്റെ ലഡു സിംഗ് സാറേ, ഇപ്പൊ ഭക്ഷണം കഴിക്കണ്ട. നാളെ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചോളൂ. എടാ റാം, വന്നേ, നമുക്ക് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തോന്നുന്നുണ്ടേ. എഴുന്നേൽക്ക്, എല്ലാരും വേഗം എഴുന്നേൽക്ക്. ലഡു സിംഗ് സർ രക്ഷകനെ വെച്ച് പഴം കഴിക്കാൻ പോയിരിക്കുന്നു. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാലോ? വരൂ, നമുക്ക് ചെന്ന് നോക്കാം. വയറ്റിന്റെ അകത്ത് ഇത്രയും വലിയ ശബ്ദോ?
അതിന് മാത്രം എനിക്കിപ്പോ വിശക്കുന്നുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു. ദാ നോക്ക്, ലഡു സിംഗ് സാർ അവിടെയുണ്ട്. ലഡു സിംഗ് സാറേ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവരുടെ രക്ഷകന്റെ പ്രസാദം എടുത്ത് കഴിക്കല്ലേ? ശിവ, ഈ പഴങ്ങൾക്കൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. ഞാനിത് കഴിച്ചപ്പോ എന്റെ ശരീരത്തിൽ എന്നൊരു ശബ്ദം വരുന്നുണ്ട്. കേട്ടോ? നിങ്ങള് കേട്ടല്ലോ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശബ്ദത്തിന് എത്ര ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എത്ര വലിയ ശക്തി കിട്ടും. ആലോചിക്കേ. അവര് വരട്ടെ, അവര് വന്നോട്ടെന്നേ. നോ, പേടിക്കരുത്, ഇങ്ങനെ പേടിക്കരുതെന്നേ. നിങ്ങളെല്ലാവരും ഇപ്പൊ എന്റെ ശബ്ദം മാത്രമല്ലേ കേട്ടുള്ളൂ. അപാര ശക്തി കിട്ടിക്കഴിഞ്ഞാ അതിനെങ്ങനെ വട്ടനെ പിടിച്ച് ഞാൻ തലകീഴ ഒറ്റ അടി കൊടുക്കും. ഞാൻ ഇങ്ങനെ പൊക്കി എടുത്തെടുത്ത് പിന്നെ അതിനെ ഞാൻ അടിക്കും. ഇത് എന്താ എന്റെ കയ്യ് നനഞ്ഞ് ഒരുമാതിരി വഴുവഴുപ്പ് പോലെ ഉണ്ടല്ലോ. ഞാനിതിന്റെ ശ്രദ്ധ തിരിപ്പിക്കാം. നിങ്ങൾ ലഡു സിംഗ് സാറിനെ നോക്കിക്കോളൂ. ഇവിടെ ഇങ്ങോട്ട് നോക്ക്. എല്ലാവരും ഓടിക്കോ, വേഗം വാ. ആരും പുറത്തിറങ്ങാനേ പാടില്ല. രക്ഷകൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടായില്ല. ഓടിക്കേ, പോയി കിടത്തുറങ്ങ്, വേഗം ചെല്ല്. പനി വളരെ കൂടുതലാണല്ലോ. ലഡു സിംഗ് സാറേ, കണ്ണു തുറന്നു നോക്കൂ. ലഡു സിംഗ് സാറേ. സാർ, ആക്രമിക്കാൻ എല്ലാം തയ്യാറായി. സാർ ഓർഡർ തന്നാൽ മാത്രം മതി. ഒന്ന് വേഗാവട്ടെ. ഇന്ന് തന്നെ നമുക്ക് ആ ഹുഡുഡു ട്രൈബ്സിനെ കീഴടക്കിയേ പറ്റൂ. ഇനി എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ഇതെന്താ സംഭവിക്കുന്നത് മഹാരാജാവേ? ഇവിടം നാശം സംഭവിക്കാൻ പോകുന്നു. അങ്ങ് മുകളിൽ സ്വർണം തിളച്ചു മറിയുന്നത് കാണുന്നുണ്ടോ? അതിന്റെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ നദി കരകവിഞ്ഞൊഴുകാൻ തുടങ്ങിയാൽ അതിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ തരികൾ ഈ ഗ്രാമത്തെയും വൃക്ഷങ്ങളെയും ചാമ്പലാക്കി കളയും. പിന്നെ ഞങ്ങളുടെ കുലം തന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടം വിട്ട് ഓടാൻ പോവുകയാണ്. മഹാരാജാവേ, ഇത് തടയാൻ എന്തെങ്കിലും ഉപായമുണ്ടോ? അവിടെ തിളച്ചു മറിയുന്ന കഠിനമായ കുളമാണ്. അത് പൊട്ടി പുറപ്പെട്ടാൽ തടയാൻ ആർക്കും കഴിയില്ല. അതിനെ തണുപ്പിക്കുവാനുള്ള മാർഗവും ഞങ്ങൾക്കാർക്കും തന്നെ അറിയില്ല. അവിടെ ആ മലകളുടെ മുകളിൽ എന്താണ്?
അവിടെ തണുത്തുറഞ്ഞ വെള്ളത്തിന്റെ ഒരു ആഴക്കെട്ടാണുള്ളത്. ഒരു മിനിറ്റ് മഹാരാജാവേ, നമുക്ക് അവിടെ ചെന്ന് ഒന്ന് നോക്കിയാലോ? ചിലപ്പോ എന്തെങ്കിലും മാർഗം കിട്ടാതിരിക്കില്ല. പോകല്ലേ ശിവ, അവിടം ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ്. എല്ലാവരും വരുവിൻ, നമുക്ക് ശിവയെ സഹായിക്കാനായിട്ട് പോകാം. മഹാരാജാവേ, ഈ തണുത്തുറഞ്ഞ വെള്ളം ആ സ്വർണ്ണ നദിയിൽ എത്തിച്ചാൽ അവിടെ മൊത്തം തണുക്കും. ഇതെങ്ങനെ സംഭവ്യമാകും ശിവ? അങ്ങ് വിശ്വസിക്കരുത്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇത്രയും വലിയ കുളത്തുനിന്നുള്ള വെള്ളം എങ്ങനെയാ സ്വർണ്ണ നദിയിൽ എത്തിക്കുക? ഇത് കള്ളമാ, ഇത് വിശ്വസിക്കരുത് രാജാവേ. ഇതൊക്കെ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ മുഴുവൻ ഐസ് കട്ടയാ. ഇതിലൂടെ വഴി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ലഡു സിംഗ് സാർ, ആദി, യൂഡി, രേവ, പേടാറാം സാർ, എല്ലാരും ഇതിൽ കയറി നിൽക്കൂ. ഓക്കെ ശിവ, പക്ഷെ നിന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ആദ്യം ഇതിൽ വന്ന് കയറി നിൽക്കുക. ആവുന്നവരെ ബലം ഉപയോഗിച്ച് ഉറച്ചു നിൽക്കൂ. ഇന്ന് നമ്മളെല്ലാരും കട്ടപ്പുകയാകും. ലഡു സിംഗ് സാറേ, പുറകെ തിരിഞ്ഞു നോക്കാനുള്ള സമയമില്ല. ശിവ, വീണ്ടും നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയാ നിന്നെ അയച്ചത്. ആദ്യം നീ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു, ഇപ്പോഴിതാ ആപത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നിന്റെ ഉപകാരം ഞങ്ങൾ ആരും ഒരിക്കലും മറക്കില്ല. മനുഷ്യരിൽ നീ ഏറ്റവും സൽസ്വഭാവിയാണ്. നീ വളരെ കേമനും സമർത്ഥനുമാണ് ശിവ. ഇതാ അതെ ശിവ, സത്യമായിട്ടും നീ വളരെ കേമനാണ് കേട്ടോ. എല്ലാ മനുഷ്യർക്കും ഓരോ ബലഹീനതകളുണ്ട്. ചെല്ലു, ശിവയുടെ ബലഹീനത എന്താണെന്ന് കണ്ടുപിടിക്കൂ. ഞാൻ മുഴുവൻ തയ്യാറെടുപ്പോടു കൂടിയാണ് ഇന്നവിടെ പോകുന്നത്. അവനെ എന്റെ കണ്ണിൽ കാണാതിരുന്നാൽ അവന്റെ ഭാഗ്യം. ഇത്തവണ എന്നെ തടയാൻ അവിടെ ആരും ഉണ്ടാവാൻ പാടില്ല. ശരി ബോസേ, ഞാൻ അവന്റെ ബലഹീനത എന്താണെന്ന് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ശത്രുക്കൾ വീണ്ടും തിരിച്ചു വരും. സ്വയം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. അതെങ്ങനെ സാധിക്കാനാ? ഞങ്ങളൊക്കെ വളരെ പൊക്കം കുറഞ്ഞവരല്ലേ. അവരുടെ ദേഹം നീ കണ്ടതല്ലേ. അവരുടെ എല്ലാം കൈവശം അപകടം പിടിച്ച ആയുധമുണ്ട്. നമ്മൾ വഴക്കിടുന്നത് ദേഹം കൊണ്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാ. എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. എന്താ പറയാ, കേക്കാൻ രസമൊക്കെ ഉണ്ട്. ഇനി അന്യൊരുത്തം വേണോ ഇതൊക്കെ പഠിപ്പിക്കാൻ? ഈ സൈന്യാധിപന് അറിയാം എല്ലാ കാര്യവും പഠിപ്പിക്കാൻ. ശത്രുക്കളെ ഇവിടുന്ന് ഓടിക്കാനുള്ള കാര്യം എനിക്കറിയാം. അതായത് സേന ഇയാളാണ്. പതി എവിടെ പോയി? ഏത് മതി? തമാശ പറയാനുള്ള നേരല്ല. ഓരോ തമാശ പറഞ്ഞ് എന്റെ ജോലി പുറത്തൊക്കെ നോക്കണല്ലേ. ഒരിക്കലും ഞാനത് ജോലി ആർക്കും വിട്ടുകൊടുക്കില്ല. സൈന്യാധിപ, ശാന്തനാകൂ. ഇവിടുത്തെ രാജാവ് ആരാണ്? അവിടുന്നാണ്. എങ്കിൽ നീ നാവടക്ക്. ഒരു മനുഷ്യന്റെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന കാര്യം അത് ഒരു മനുഷ്യന് മാത്രമേ അറിയൂ. അതുകൊണ്ട് ശിവ തന്നെ പറയും ആ ശത്രുക്കളിൽ നിന്നും നമ്മൾ എങ്ങനെ രക്ഷപ്പെടണമെന്ന കാര്യം. ശിവ, ഞാൻ തയ്യാറായിരിക്കുന്നു. എന്നാൽ തയ്യാറാകൂ. അറ്റാക്ക്! ഇതിനകത്ത് പൊട്ടിത്തെറിക്കുന്ന കല്ലെടുത്ത് വെക്കൂ.
ഠും, ഠം, പൊട്ടുന്ന കല്ല്. എവിടാ എങ്ങനെ ദേ ഇവിടെ എങ്ങോട്ടാ നിങ്ങൾ നോക്കുന്നത്? അങ്ങോട്ട് നോക്ക്. ദാ ഈ പാത്രം പോലെ ചെയ്തിട്ടില്ലേ ഇവിടെ തന്നെ. ഇവിടെ കല്ല് വെച്ച ശേഷം ആ കയറങ്ങ് അഴിച്ചുവിടണം. ഓക്കേ എന്നാ ശരി. എടോ കല്ലല്ലേ ഞാൻ എറിയാൻ പറഞ്ഞത്, എന്നല്ല. ലഡു സിംഗ് സാറേ ഇങ്ങോട്ട് വരല്ലേ? എന്താ എന്താ പറ്റിയേ? ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. ശത്രുക്കൾ വീണ്ടും നല്ല ശക്തിയോടെ തന്നെ തിരിച്ചു വരും. റേബ, ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇവരുടെ കുലരക്ഷകന്റെ സപ്പോർട്ടും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് ഒരിക്കലും ജയിക്കാനാവില്ല. ശിവ, കുലരക്ഷകൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യും? അദ്ദേഹം വായ തുറന്നാൽ ഉടനെ തന്നെ ആഹാരം കിട്ടണമല്ലോ. അത് ശരിയാണ്, പക്ഷെ അദ്ദേഹം സപ്പോർട്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഹലോ ഹലോ രക്ഷക, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക് രക്ഷക. നിങ്ങളുടെ ആൾക്കാർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. ഹലോ രക്ഷക, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്. ഹലോ രക്ഷക, ഈ ശിവ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ വിഷമിക്കേണ്ട രാജാവേ, എല്ലാം ഉടൻ തന്നെ ശരിയാവും. ഹലോ 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 രക്ഷക. നിനക്കിത് എന്ത് പറ്റി? ഇതാരാ? പരിചയമുള്ളവരാ. നിങ്ങൾ പോയി മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടതൊക്കെ ചെയ്യേ. ബോസേ, ശിവയുടെ ബലഹീനത ഞാൻ കണ്ടുപിടിച്ചു. എന്താ പറഞ്ഞേ? ബലഹീനത കണ്ടുപിടിച്ചെന്നോ? അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഇപ്പൊ ഇവിടെ ഫാം ഹൗസിലുണ്ട്. ഗുഡ് രംഗാചാര്യ, അവരങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറയുന്നത് വരെ അവരെ അവിടെ തടവിലിടുക. ഹലോ ചാർലി ഡെൽറ്റ. ബല്ലു, നീ ഒരു കാര്യം അറിഞ്ഞോ?
ശിവയുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും നമ്മുടെ ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുക. ശിവ ഈ പരിസരത്തുണ്ടെങ്കിലും അവനറിയില്ല അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ബന്ധനസ്ഥരാണെന്ന്. വാ നമുക്ക് പോയി നോക്കാം. ഞാൻ എന്തായി കേട്ടെ? അല്ല, നീ പറഞ്ഞത് സത്യം തന്നെയാണോ? വരൂ വരൂ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. ശിവയുടെ മുത്തശ്ശനും മുത്തശ്ശി എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം. ശരി ബോസ്, നമ്മുടെ പണി കഴിഞ്ഞു. ശിവയ്ക്ക് നമ്മുടെ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. ഞാൻ നിങ്ങളിപ്പോ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മ വെച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് എന്താന്ന് വെച്ചാൽ നമുക്കുള്ള ധൈര്യവും ബുദ്ധിയും ഉപയോഗിച്ച് വേണം നേരിടാൻ. നമ്മുടെയൊക്കെ ദേഹം ചെറുതാണെന്ന് കരുതി ഒരിക്കലും ശത്രുക്കളിൽ നിന്നും പിന്മാറരുത്. ആ ശത്രുക്കൾ വീണ്ടും വരും. നമ്മൾ എല്ലാ സന്നാഹങ്ങളും റെഡിയാക്കി വെക്കണം. ശിവ, ഞാൻ ആ ഗുണ്ടകള് പറയുന്നത് കേട്ടു. അവര് നിന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണെന്ന്. അവരെ ഫാം ഹൗസിൽ പൂട്ടിയിട്ടിരിക്കുക. മുത്തശ്ശനെയും മുത്തശ്ശിയും രക്ഷിക്കാൻ എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ. ആ വേഗം ചെല്ല്, അവര് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. രാജാവേ, ഞാൻ എങ്ങനെയാ പുറത്തേക്ക് കടക്കാം? അവരെ ഗുഹാമുഖം അടച്ചിരിക്കുകയാണ്. വരൂ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. രേവോ, നീ ഇവരെയൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്നെ അറിയിക്കണം. ഡോണ്ട് വറി ശിവ, നീ മുത്തശ്ശനെയും മുത്തശ്ശിയെയും നോക്ക്. ഓൾ ദി ബെസ്റ്റ്. വേഗം തിരിച്ചു വരണേ. ഈ ഗുഹ അടഞ്ഞു കിടക്കുകയാണല്ലോ. വേഗം എന്റെ പുറകെ വരൂ. താങ്ക് യു സുഹൃത്തേ. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഡോണ്ട് ആങ്കർ ഡാനി ഡേഞ്ചർ എന്ന്. അല്ലെങ്കിൽ ഈ ഡാനിയോട് കളിക്കാൻ വന്ന അവന്റെ പൊടി പോലും കാണില്ല. ശിവയെ ഞെരിക്കുവാൻ എന്റെ കൈ ധരിക്കുന്നു. എല്ലാവരും റെഡിയല്ലേ? എന്നാ വരൂ. എന്റെ ശിവ വന്നു, എന്റെ ശിവ വന്നു. അല്ല, എന്താ ഈ കാണിക്കുന്നേ? മിണ്ടാതെ അവിടെ ഇരിക്കേ. എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും എന്തിനെങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നേ? വേഗം അഴിച്ചുവിട്. കുട്ടി, മര്യാദയ്ക്ക് പോയിക്കോ. നിന്നെ ശരിയാക്കും കുട്ടി. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ബോസേ, ഫൈറ്റ് തുടങ്ങി കഴിഞ്ഞു ഇവിടെ. ബോസ് പറഞ്ഞാ ഞാനിവിടുന്ന് ലൈവ് ടെലികാസ്റ്റ് തുടങ്ങിയേക്കാം. ഓക്കേ, എന്റെ ജോലി തീരുന്നത് വരെ അവനെ ഇവിടെ പിടിച്ചു നിർത്തുക. അവൻ പുറത്തു വരാതെ നോക്കണം. എല്ലാവരും റെഡി ആയിക്കോളൂ. അറ്റാക്ക്! ശത്രുക്കള് വരുന്നു. ഇങ്ങനെ ഓടരുത്. എങ്ങനെ നേരിടണമെന്ന് ശിവ പഠിപ്പിച്ചതല്ലേ? ഫൈറ്റ് ചെയ്യൂ. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തേ പറ്റൂ. കം ഓൺ, ഫൈറ്റ്. അവള് പറഞ്ഞത് വളരെ ശരിയാണ്. കൂട്ടരെ, ആക്രമിക്കാൻ തയ്യാറാകൂ. ആ സ്ഫോടന കല്ലുകൾ ഉപയോഗിക്കാൻ നോക്കൂ. തയ്യാറാണോ? ഉടൻ തന്നെ ആക്രമിക്കൂ. ആക്രമിക്കൂ, ആക്രമിക്കൂ. നിർത്താൻ പാടില്ല.
എന്തായി? അവന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? അവൻ കാരണം ഞങ്ങളാണ് ഇപ്പൊ അവസ്ഥപ്പെടാൻ പോകുന്നത്. ആവുന്നതും പരിശ്രമിക്കുന്നുണ്ട് ബോസേ. ഞാൻ അവൻ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല. വിഷമിക്കണ്ട, ഞാൻ വേറെയും കുറെ ഗുണ്ടകളെ വിളിച്ചിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ. നീ ഫൈറ്റ് ചെയ്യ, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. അവനെ ഒന്നും ചെയ്യല്ലേ. ശിവ മോനെ എഴുന്നേക്കടാ, എഴുന്നേക്ക്, എഴുന്നേക്ക്. ശിവ, ശിവ, ശിവ. ലഡ്ഡു സിംഗ്, ശത്രുക്കളെ നോക്കി ആക്രമിക്കൂ. ഉന്നം ഒരിക്കലും തെറ്റാൻ പാടില്ല. പോട്ടെ. നിങ്ങളെല്ലാവരും കരിങ്കല്ലെടുത്ത് ആക്രമിക്കുവിൻ. എറിയൂ. നിങ്ങളുടെ രാജാവ് ഇപ്പോ എന്റെ കയ്യിലാണ്. എല്ലാവരും ആയുധങ്ങൾ താഴെയിടാൻ നോക്കുക. അനുസരിച്ചില്ലെങ്കിൽ രാജാവിന് ജീവൻ ഉണ്ടാവില്ല. ഇല്ല, ശിവ വരില്ല കേട്ടോ. അവന്റെ സൈക്കിൾ തരിപ്പണമാക്കി. അവന്റെ അവസാനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്ക്. അടിപൊളി രംഗാചാര്യ, വളരെ നന്നായിരിക്കുന്നു. അന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടോ? ഈ ഡാനിയെ ദേഷ്യപ്പെടുത്താൻ പാടില്ല. ഡാനിയെ ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ പൊടി പോലും കാണില്ല. നടക്ക്, എല്ലാവരും അതിനകത്ത് കേറാൻ നോക്ക്. വേണ്ട വേണ്ട, ശിവ എന്തായാലും തിരിച്ചു വരും. അവനെ ഞാൻ എപ്പോ വിളിച്ചാലും ശരി, അവൻ എന്തായാലും വരും. എന്റെ ശിവ വന്നിരിക്കും. ശിവ, നീ ഇവിടെ വന്നേ പറ്റൂ. ഇത് വളരെ അത്ഭുതം തന്നെയായിരിക്കുന്നു. ഈ കാഴ്ച എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചക്രാസുരന്റെ മുകളിലാണല്ലോ ശിവ ഇരിക്കുന്നത്. ഇത് വളരെ അതിശയം തന്നെ, അപൂർവാതിശയം. ഞാൻ വിശ്വസിക്കില്ല. ഇല്ല, ഇവൻ കുറച്ചു മുമ്പ് മരിച്ചതാണ്. എങ്ങനെ തിരിച്ചു വന്നു? ഈ രാക്ഷസ മൃഗത്തെ ഇവൻ എവിടെ നിന്ന് കൊണ്ടുവന്നു? നോക്കി നിൽക്കാതെ അറ്റാക്ക് ചെയ്യ.
എന്താ ഞെട്ടിപ്പോയ അങ്കിൾ? നീ ശരിക്കും ഒരു മനുഷ്യക്കുട്ടി തന്നെയാണോ? നീ ഇല്ലാതായതല്ലേ? പിന്നെ എങ്ങനെ ഇവിടേക്ക് വന്നു? എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഇവിടെ വരുന്നത് തടഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവരെയൊക്കെ പിടിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഞാൻ മരിച്ചതുപോലെ ഒന്ന് അഭിനയിച്ചു കാണിച്ചു. നിങ്ങളുടെ വിഡ്ഢിയായ ജോലിക്കാർ ഞാൻ മരിച്ചെന്ന് കരുതി എന്നെ അവിടെ വിട്ടിട്ട് പോയി. ദേ ഞാൻ തിരിച്ചു വന്നത് കണ്ടില്ലേ? ഈ രാക്ഷസ മൃഗം കാരണമാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ വാ, ഒറ്റയ്ക്ക് നേരിട്. 1 to 1 ഫൈറ്റ്. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷയില്ല. ആർക്കാ രക്ഷയില്ലാത്തതെന്ന് കാണാം. Don't anger Danny Danger. ഇയാൾ എന്തൊക്കെയാ പറയണേ? ഡാനിയോട് ഏറ്റുമുട്ടിയാൽ അവരുടെ പൊടി പോലും കാണില്ല. Now you're finished. ഇവർക്കൊക്കെ ഞാൻ ഒരുത്തൻ മതി എന്റെ സുഹൃത്തെ. ശരിയാക്കും. വിടില്ല. ഇതെന്തു പറ്റി? എന്റെ മരുന്ന് ബലിക്കാതെ പോവുകയാണല്ലോ. നീ ഒരുത്തൻ എന്റെ പ്ലാൻ എല്ലാം ഇല്ലാതാക്കി. ഇവരെയൊക്കെ ഞാൻ പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഞാൻ എന്നേക്കുമായി ലോക പ്രശസ്തനായി മാറിയേനെ. നോക്ക്, നിനക്കറിയോ, ഇവര് കാരണം നമ്മൾ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാമായിരുന്നു. ഈ പാവങ്ങൾ എന്തു ചെയ്യും? നിങ്ങൾ ഇവരെയൊക്കെ കടത്തിക്കൊണ്ടുപോയി അടച്ചിടും, എന്നിട്ട് ഇവരെ റിസർച്ച് ചെയ്യും. നേരെ മറിച്ച് നിങ്ങളെ ഇവര് കടത്തിക്കൊണ്ടുപോയി അടച്ചിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഒന്ന് ആലോചിച്ചോ? എല്ലാരെയും ജീവപര്യന്തം ഞാൻ ജയിലിലിടും. അവിടെ തത്തക്ക തത്തക്ക പത്തക്ക പത്തക്കന്ന് കളിക്കാം. ജയിലിനകത്ത് ഉണ്ടംപൊരി ഉണ്ടാക്കണം. ഞങ്ങൾ ഇവരെ പോകാൻ അനുവദിക്കില്ല. ഒരിക്കലും നടക്കില്ല. ഇന്നവന്മാരെ വിട്ടാ വീട്ടിൽ ഇവന്മാര് വരും. എന്നും ഇവരെ പേടിച്ച് ഞങ്ങളെ റോഡില്ല. ഞങ്ങളെ കൂട്ടത്തെ രക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാ. പരിവാരങ്ങളെ സംരക്ഷിക്കേണ്ടത് ആരാണെന്ന് അറിയാമോ? അത് രാജാവിന്റെ കടമയാണ്. അപ്പൊ രാജാവ് ആരാ? രാജാവ് നാം തന്നെയാണ് സൈന്യാധിപ. നീ മര്യാദയ്ക്ക് നാവടക്കി വെക്കൂ. ഇവരുടെ ഓർമ്മകളൊക്കെ ഇല്ലാതാക്കി കൊണ്ടുപോയി വിടുന്ന്. ഇവനെയും നിങ്ങൾ വെറുതെ വിടരുത്. അല്ല, ഞാൻ ആരാ? ഞാൻ എവിടെയാ ഉള്ളത്?
ജയിലിനകത്ത് പോയി അടച്ചിട്ടിട്ടൊന്നും എന്നോട് പറഞ്ഞു തരില്ല നീ ആരാണെന്ന്. ശിവ, നീ ഞങ്ങളെ എല്ലാവരെയും രക്ഷിച്ചു. അതോടൊപ്പം കുലരക്ഷകനെയും ഞങ്ങളോടൊപ്പം ഇണക്കി. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങളെ കാണാൻ നീ വീണ്ടും വരണം. ശിവ, എല്ലാത്തിനും വളരെ നന്ദി. നീ അതിസമർത്ഥനാണ്. ഞങ്ങളെ കാണാൻ വീണ്ടും വരണം. വരാം രാജകുമാരി, തീർച്ചയായിട്ടും ഞാൻ വരും. നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും ഞങ്ങളെ നന്നായിട്ട് സഹായിച്ചു. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. ലഡു സിംഗ് സർ, ഇവരെല്ലാവരെയും കൂട്ടിലടച്ചിട്ട് കൊണ്ടുപോകൂ. ഞാൻ പോയിട്ട് വരാന്നേ. തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. എന്നെ പോകാൻ അനുവദിക്കൂ, കാരണം എനിക്ക് പോയേ പറ്റൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.